സംഭവം കണ്ടോ? അടിപൊളി അടിപൊളി. സംഭവം നോക്കിക്കോണ്ടോ, അതേ കളർ കണ്ടോ? ഇന്ന് വീഡിയോ എടുത്ത് ഊപ്പാട് ക്ഷീണമാണ് വെയിലത്തൊക്കെ നടന്ന്. എന്നാണ്ട് 2 നാരങ്ങയുണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വെള്ളം, ഒരു നാരങ്ങ വെള്ളം. അങ്ങനെ ചുമ്മാ ഒരു നാരങ്ങയോളം ഉപ്പും പഞ്ചാരയിട്ട് കുടിച്ചിട്ട് തന്നെ പ്രയോജനം? ആ ക്ഷീണം മാറുമോ? ഇല്ല. പിന്നെന്തോ ഇവരുടെ 2 പേരെ ക്ഷീണം മാറത്തില്ല. പക്ഷെ ഞാനൊരു ഫ്രഷ് ലൈം ഉണ്ടാക്കി തരാം. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം നേരിട്ട് കാണുന്നല്ലേ അല്ലേ? അതെ. കലേശേട്ടന്റെ വീട്ടിൽ വന്നാല് കടയിലൊന്നും പോണ്ട, ഈ നാരങ്ങ പോലും ഇവിടെ ഉണ്ട്. ഒരു അടിപൊളി നാരങ്ങ വെള്ളം കുടിക്കാം. അപ്പൊ നാരങ്ങ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്, 2 ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ ഐറ്റംസ് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ബാ, ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സംഗതികളാണ്. നമ്മളിപ്പോ ആർക്കും ഉണ്ടാക്കാൻ പറ്റും, വളരെ സിമ്പിൾ. പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മളിപ്പോ എന്താ ചെയ്തുണ്ടോ, നമ്മുടെ ഗ്രോ ബാഗ് ഇഞ്ചി ഉണ്ടോ വളർത്തുന്നുണ്ട്? ഇഞ്ചി ഉണ്ട്, നമുക്ക് ശകലം മതി, ഒരു ചെറിയ ഇഞ്ചി മതി, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം മതി. കണ്ടോ? നമ്മളിപ്പോ ഇഞ്ചി എടുത്ത് ദാ ഇതിനകത്തോട്ട് വെച്ച് നാരങ്ങ ഇഞ്ചി ഉണ്ട്, നാരങ്ങ എടുത്ത് ഇഞ്ചി എടുത്ത് ഇനി നമ്മളിത് ഇതുണ്ട് കറ്റാർവാഴ ഉണ്ട്. കറ്റാർവാഴ അലോവര കണ്ടോ, സംഭവം കണ്ടല്ലോ. അപ്പൊ നമ്മളിത് ഈ അലോവര എടുത്ത് ഒരു കറ്റാർവാഴ ഒരു പീസ് മതി, അത് തന്നെ ധാരാളമാണ്. അപ്പൊ നമ്മളത് പൊന്നാങ്കണ്ണിച്ചീരക്കുന്നുണ്ടോ? അപ്പൊ നമ്മളിത് ഇങ്ങനെ അങ്ങോട്ട് നല്ല മണ്ട നോക്കി കണ്ടോ. പൊന്നാങ്കണ്ണിച്ചീര ലൈം അടിക്കാനും പറ്റും അല്ലേ? അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാമല്ലോ, എല്ലാം കാണാം. ഇത് വിശദീകരണമായിട്ട് കറക്റ്റായ രീതിയിൽ പറയാനുള്ള ആളോടുണ്ട്, അത് കാണും. എന്നിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട്, ഇതെല്ലാം നമ്മുടെ തോട്ടത്തിലാണ്, വിഷം അടിച്ചതല്ല കേട്ടോ. അപ്പൊ നമ്മള് കാന്താരി 2 3 എണ്ണം എടുക്കുക കേട്ടോ. അപ്പൊ വേണ്ടവർക്ക് എടുത്താൽ മതി. നമ്മള് കാന്താരി എടുത്ത് ഇതിനകത്തോട്ട് 3 കാന്താരി എടുത്തിട്ടുണ്ട്. പ്രശ്നെ ഈ പൊന്നാങ്കണ്ണി ചീര കണ്ണിനും അതുപോലെ ശരീരത്തിനും ഒക്കെ ഗുണമുള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ കറ്റാർവാഴ നമുക്ക് തണുപ്പ് നല്ലതായിട്ട് തരുന്നൊരു സാധനമാണ്. അതുപോലെ നമുക്ക് എനർജി തരികയൊക്കെ ചെയ്യുന്നൊരു സാധനമാണ്. നാരങ്ങയെക്കുറിച്ച് അറിയാമല്ലോ. പിന്നെ ഇഞ്ചി നമ്മുടെ വയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും അത്യാവശ്യം എരിയുള്ളൊരു സാധനം. കാന്താരി നമുക്ക് കൊളസ്ട്രോളും മറ്റു കാര്യത്തിനും ഷുഗറിനും ഒക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് കലേശേട്ടനെ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ കലേശേട്ടനെ ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ കുടിക്കുമ്പോൾ എന്താണെന്ന് നമുക്കൊന്നറിയാം. അപ്പൊ ഇതിന്റെ സംഭവങ്ങൾ ചെയ്യുന്ന നമ്മളെപ്പോഴും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട സന്തോഷമായിട്ട് പഴുത്തത് വേണം, പക്ഷെ പച്ചയും വേണം. ആ കുടിക്കുമ്പോ ആ ഫ്ലേവർ കറക്റ്റ് ആയിട്ട് അറിയാനായിട്ട് അത് നിങ്ങൾ നേരിട്ട് കാണിച്ചു തരാമല്ലോ. പറയാം. അപ്പൊ നമ്മൾ നാരങ്ങ ചുമ്മാ ഇടുന്നു, ഇങ്ങനെ കണ്ടിച്ചിടരുത്. ഇത് ഇങ്ങനെ ഒന്ന് പോറിയിട്ട് പെട്ടെന്ന് ലൈം ആകാൻ വേണ്ടിയാ ഒരു 3-4 പീസായിട്ട് കുരുവൊന്നും ഒരു പക്ഷെ നമ്മൾ അരിച്ചല്ലേ എടുക്കുന്നത്. പച്ച അതുപോലെ തന്നെ പച്ച ഇതിന്റെ ഒരു വ്യത്യാസം നമ്മൾ കുടിക്കാൻ നേരത്തെ കറക്റ്റ് അറിയാൻ നോക്കും. അപ്പൊ നമ്മുടെ നാരങ്ങയുടെ സെക്ഷൻ ഇങ്ങോട്ട് ഒതുക്കി വെക്കും. പിന്നെ ഞാനിത് പ്രത്യേകം പറയുന്നില്ല, പൊന്നാങ്കണ്ണി ചീര ഇത് കണ്ണിന് പൊന്നാന്നാ പറയുന്നത്. പൊന്നാങ്കണ്ണി ചീര ഇപ്പൊ താരവാ. ഇപ്പൊ ഉദയനാണ് താരം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. ഇത് കണ്ടോ, ഇങ്ങനെ ചെറുതായിട്ട് കണ്ടോ, ഇത് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇത് പക്ഷെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം ഈ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാം. ഇഞ്ചി നമ്മൾ ഇഞ്ചി അരിയുന്നു, ഇഞ്ചി നാടൻ ഇഞ്ചിയാണല്ലോ. ഇത് ചെറിയ ഇത് ചെറിയ ഇഞ്ചി. ഇത് നമ്മുടെ കടയിലല്ല, വീട്ടിലെ നാടൻ. ജനിതക മാറ്റം വരാതെ ഇതാണ് നമുക്ക് ടേസ്റ്റ് എപ്പോഴും അറിയാം. ഇത് ഈ സംഭവം. എന്നിട്ട് നമുക്ക് കാന്താരിയുടെ ഗുണമായാലും അറിയാം. കാന്താരി താണ്ട ഒരെണ്ണം അങ്ങോട്ട് നല്ലതായിട്ട് കട്ട് ചെയ്ത് തന്നെ വെള്ളം കുടിക്കാൻ തോന്നുന്നു. അപ്പൊ ഇത് കേട്ടത് നമുക്ക് ഇത്ര മതി പോരെ. എന്നിട്ട് നമ്മൾ ഈ സംഭവം അറിയാലോ, കറ്റാർവാഴ നമ്മള് എങ്ങനെ ഇടുന്നതാണ്. അപ്പം നമ്മളെല്ലാവർക്കും ഒരു സംശയം കാണുമായിരിക്കും. ഇത് കറ്റാർവാഴ ഇങ്ങനെ കൊണ്ട് നിസ്സാരം നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ ഇതെല്ലാം ഹെയറിന് ഉൾപ്പെടെ നല്ലത്. പിന്നെ ഇത് കറ്റാർവാഴ എന്നിട്ട് ഈ സംഭവം കണ്ടോ, ഇങ്ങനെ എടുക്കാം കറ്റാർവാഴ എപ്പോഴും കണ്ടോ. ഈ സംഭവം അല്ല, എല്ലാവർക്കും ഒരു സംശയം കാണും. നോക്കണം കണ്ടോ, ഒരു പാറ കണക്ക് വരുന്നുണ്ടോ. ഞാൻ നിങ്ങളെ നേരിട്ട് കാണിക്കാം. അപ്പൊ എടുക്കേണ്ട രീതിയിൽ ചുമ്മാ ഈ ആൾക്കാർക്ക് ഇതെല്ലാം അറിയാം, ഒന്നും അറിയാൻ മേലത്തെ രീതി ചെയ്യും. നമ്മുടെ വയറൊക്കെ നന്നായിട്ട് തണുക്കും. ഇത് ഞാൻ വെച്ച് കാണിച്ചു തരാം. നോക്കിയത് സംഭവം കണ്ടോ, അടിപൊളി നോക്കി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം കണ്ടോ, അടിപൊളി. അപ്പൊ ഈ തേൻ വരുന്ന എന്നെ എടുക്കുന്നില്ല, നേരെ ഇതിനകത്തോട്ട് നോക്കണം കണ്ടോ. ഇപ്പൊ നമുക്കിത് ഇപ്പൊ കറ്റാർവാഴ ഇതായി കണ്ടോ. ഈ സാധനം മൊത്തം നമ്മൾ ഇടുവാണ്. നമുക്ക് കൈയൊക്കെ നല്ലപോലെ ഒന്ന് കഴുകുക കേട്ടോ. ഇപ്പം മറ്റുള്ള ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വരുമ്പോൾ തന്നെ നമ്മൾ കൈ നല്ലവരെ ഒന്ന് വാഷ് ചെയ്ത് ഇപ്പൊ ഇത്ര സാധനം ഇട്ട്. പക്ഷെ ഇനി നമുക്കൊരു ഐറ്റം കൂടെ ചെയ്യാനുണ്ട്. ഇത് കണ്ടോ, ഇത് പഞ്ചസാര നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഇപ്പൊ നമുക്കൊരളവ്, എനിക്കൊരു കൈ അളവായത് കാരണം പിന്നെ നമ്മൾ സാൾട്ട് ഉപ്പ് നമുക്ക് ഉപ്പിട്ട് സോഡ കുടിക്കുന്ന നമുക്ക് വേണമെങ്കിൽ ഇത് ഒത്തിരി ഒന്നും ചേർക്കുന്നില്ല, വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ ഇത് ഒരു 4 പേർക്കുള്ള സാധനം അത്രേ ഉള്ളൂ, അത് മതി. അപ്പൊ നമ്മൾ കണക്കാത്ത വെള്ളം ആദ്യം ഉണ്ടോ, സംഭവം ഉണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു കാണാൻ തന്നെ ആ കറ്റാർവാഴ നേരെ പൊങ്ങി വരുന്ന. പിന്നെ ഇപ്പൊ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ കാരണം കുട്ടികളൊക്കെ ഈ സ്കൂളിലൊക്കെ പോയിട്ട് ക്ഷീണിച്ചൊക്കെ വരത്തില്ലേ, ആ സമയത്ത് ഇത് കൊടുത്തു കഴിഞ്ഞു. ഒന്നാമത്തെ കാര്യം പൊന്നാങ്കണ്ണി ചീരയുണ്ട്, കണ്ണിനൊക്കെ നല്ല പവർഫുള്ളാണ്. പക്ഷെ ഇത് നമ്മൾ പറഞ്ഞു തള്ളുന്നതല്ല, ഇത് കറക്റ്റായ രീതി ചെയ്താൽ ക്ഷീണം പെട്ടെന്ന് മാറും. ഇത് ഇവനെ നൈസായിട്ട് കൊണ്ട് അടച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഈ സാധനം റെഡി ആയിരിക്കും. ഇതേ ഇങ്ങനെ അങ്ങോട്ട് ലോക്ക് ചെയ്ത് കേട്ടോ, ഒറ്റയടി കേട്ടോ.
ഇതൊന്നുമല്ല, ഇത് എങ്ങനെയാണ് വെള്ളം ആക്കുന്നതെന്ന് കാണുമ്പോഴാണ് രസം. ഞാൻ അടിച്ചു നോക്കാം. അടിച്ചോ, എങ്ങനെ അടിക്കുന്നത്? അടിച്ച് നല്ല ഡയലോട്ടാണ്. ഒരു മഴ വിചാരിക്കില്ല കേട്ടോ. ഇതെല്ലാം കൂടി കുടിക്കുമ്പോൾ വല്ല രുചി ഉണ്ടോ എന്ന് നമുക്ക് അന്നേരം പറയാം. അപ്പൊ നമ്മള് ക്ലീൻ ചെയ്ത് ഒരു പാത്രം ഇങ്ങോട്ട് എടുത്ത് വെച്ച് കേട്ടോ. ഇതിലോട്ട് അരിച്ചു പിടിക്കും. പിന്നെ ഇത് അരിപ്പ എല്ലാം നമ്മൾ കഴുകി ഫ്രഷ് ആയിട്ടാണ്. അപ്പൊ ഈ സംഭവം ഒഴിക്കും കണ്ടോ, ഫ്രിഡ്ജിൽ നോക്കിക്കോണേ. ഓ, ഇതിനകത്ത് അങ്ങനെ തിരിഞ്ഞേക്കരുത്. എന്നാലും ക്യാമറ സംഭവം നോക്കിക്കോണ്ടോ, അതേ കളർ കണ്ടോ ഇതോ. നമ്മുടെ നോക്കിക്കോ, ഒന്ന് കുലി കൊടുത്ത അരിപ്പന്ന്. ഇപ്പൊ നമുക്കിപ്പോ ഇല്ലേ, ഇത് നല്ല ഭയങ്കര കട്ടിയത്, ഫ്രിഡ്ജിന്റെ കട്ടിയാ. എന്നാ പറയും, അത് നമ്മളൊരു ഹോമിയോ മരുന്ന് രീതിയിലാണ് കണ്ടോ. അതിന്റെ കളറൊക്കെ ഒന്ന് നോക്കി. നമ്മളത് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ചോണ്ട് വേണമെന്ന് പിഴിഞ്ഞ് വേണം, നാരങ്ങ ജസ്റ്റ് വേണമെന്ന് പിഴിഞ്ഞു കൊടുക്കാം. പിന്നെ മതി നമ്മളൊരു ശകലം വെള്ളം കൂടെ. എന്നാന്നറിയോ, ഇപ്പൊ നമുക്കിപ്പോ ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഈ സംഭവം ഇല്ലേ, കറക്റ്റ് ആയിട്ട് ആ മരുന്നുകളെല്ലാം ചേർന്ന് കറക്റ്റ് നോക്കി. അത് കാണുമ്പോ അറിയാം, വെറുതെ ഒരു നാരങ്ങ വെള്ളം അല്ല കേട്ടാ. അടിപൊളി ഒരു സംഭവമാണ്. നമുക്ക് എന്തായാലും കുടിച്ചു നോക്കാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ സന്തോഷം. ക്ഷീണിച്ച് താഴ്ന്നിരിക്കുമെന്ന് തോന്നല്ലോ. അപ്പൊ ഞാനോട്ട് ഇവിടെ ഇരിക്കാം. അപ്പൊ ഇതാണ് നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത് കണ്ടോ, ഇതായി കൊടുക്കാം. മിക്സായി. അപ്പൊ അതിന്റെ കളർ ഇത് കണ്ടോ, സംഭവം കണ്ടോ. ഇത് സാധാരണ ഒരു ഫ്രഷ് ലൈം അല്ല. ഇല്ല, ഞാനത് എന്തായാലും ഞാൻ പറഞ്ഞ് വേണ്ട, നിങ്ങൾ എന്നാലും ഇത് കുടിച്ചതിന് ശേഷം എന്തായാലും 3 ഗ്ലാസ് കുടിക്കാം. ഞാനൊരു ഗ്ലാസ് കുടിച്ചോക്കാം. ഇനി നിങ്ങൾക്ക് പിണക്കം വേണ്ട, എനിക്കൊരു ചെറിയ ചെയ്യണം. അപ്പൊ ഞാൻ ഒരു പോലെ എടുത്തോ, നടുക്കത്തെ ഗ്ലാസ് ഞാനും എടുത്തു കേട്ടോ. സംഭവം കണ്ടല്ലോ. എന്തായാലും നിങ്ങൾ കുടിച്ചു നോക്കിട്ട് പറ. കറക്റ്റ് തണുപ്പ്, ഇഞ്ചിയുടെ ചുവ, സൂപ്പർ എരിവ്, പച്ചനാരങ്ങ ഇട്ടതിന്റെ ആ ഒരു പച്ചനാരങ്ങ ഉണ്ടല്ലോ, ഫ്ലേവർ കറക്റ്റ് ആയിട്ട്. അതുപോലെ കാന്താരിയുടെ ആ ചെറിയത്, കാരണം ഓവർ ആവരുത്, ആവശ്യത്തിന് ആവാവുള്ളൂ. അല്ല സന്തോഷേട്ടാ, തമാശയായിട്ട് ചോദിച്ചാലോ, ഇത് കറക്റ്റ് ഇതാണ്. നമ്മളൊരു പ്രേക്ഷകരോട് പറയുന്ന ഇതല്ല. ശരിക്കും തന്നെ കുടിക്കുമ്പോഴേ ഇതുവഴി ഇറങ്ങിപ്പോന്നെ അറിയാം. ഈ സൈഡിൽ നിന്ന് താഴോട്ട് നല്ല തണുപ്പുണ്ട്, നല്ല രസം. ഇദ്ദേഹത്തിന് ഒരു ചാനൽ ഉണ്ടല്ലോ നമ്മുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇടുന്നത്. ഞാനിടുന്നത് മാമനും മക്കളും വെറൈറ്റി ഫാർമേഴ്സ് എന്നുള്ളതാണ്. എല്ലാം കൃഷി സംബന്ധമായ വീഡിയോ ആണ്. ഞാൻ എല്ലാം കാണുന്നുണ്ടല്ലേ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. തീർച്ചയായിട്ടും അത് കാണേണ്ട ചാനലാണ്. കാരണം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട പുതിയ കണ്ടുപിടുത്തങ്ങൾ മാത്രമല്ല എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണ് അദ്ദേഹം ചെയ്യുന്നത്.